എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഡിസംബർ 22-ന് പ്രസിദ്ധീകരിക്കുമെന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ വാർത്തയുടെ സത്യാവസ്ഥയും അതോടൊപ്പം തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നതും കൂടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണ് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വന്നതിന് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരള യൂണിവേഴ്സിറ്റി അതായത് കേരള സർവകലാശാല FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഡിസംബർ 22-ന് പ്രസിദ്ധീകരിക്കും എന്നൊരു വാർത്ത വിദ്യാർത്ഥികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റി പഠിക്കുന്ന എനിക്ക് പരിചയമുള്ളൊരു ഫ്രണ്ട് എന്നോട് പറയുകയും ചെയ്തു. അവരുടെ അധ്യാപകർ അവരോട് പറഞ്ഞു പോലും ഡിസംബർ 22-ന് റിസൾട്ട് വരുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ റിസൾട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്, പരീക്ഷ കഴിഞ്ഞിട്ട് വിത്തിൻ 1 വീക്കിനോടുമായി കേരള യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്തു, സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. കാരണം എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു ഫ്രണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ FIUGP പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ FIUGP പഠിക്കുന്നൊരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ FIUGP പഠിക്കുന്നൊരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെ എന്ത് ചെയ്തു, സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങി. അതിനർത്ഥം എന്താണ്, അധ്യാപകരുടെ പേപ്പർ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയത്. അവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്തു, FIUGPയുടെ ക്ലാസ്സുകൾ തുടങ്ങി. FIUGP സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങി. അതിനർത്ഥം എന്താണ്, വാല്യുവേഷൻ പൂർത്തിയായി, പേപ്പറിൻ്റെ മാർക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മതി. അപ്പോൾ ഈ 22-ാം തീയതി റിസൾട്ട് വരുമെന്ന് എൻ്റെ ഫ്രണ്ട് എന്നോട് അവരുടെ അധ്യാപകർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ 22-ാം തീയതി റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അധ്യാപകർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്, പേപ്പർ വാല്യുവേഷൻ കഴിഞ്ഞു, മാർക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഈ പേപ്പർ വാല്യുവേഷനും മാർക്ക് അപ്ലോഡ് ചെയ്തും കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുക. കാരണം ഈ പേപ്പർ നോക്കുന്ന അധ്യാപകർക്ക് തന്നെയാണല്ലോ ക്ലാസ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പം അവർ തന്നെയാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അപ്പോൾ അവരുടെ വാല്യുവേഷനും പിന്നെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അവർ സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ കേരള യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനർത്ഥം ഡിസംബർ 22-ന് റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണ്, ക്രിസ്മസിന് മുമ്പ് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ആശങ്ക അറിയിക്കുന്നുണ്ട്, റിസൾട്ട് വരുമ്പോൾ തോൽക്കുമോ എന്നൊക്കെ അറിയിക്കുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ റിസൾട്ട് എന്തായാലും വരേണ്ട സാധനമാണ്. ഇത് എന്നായാലും വരും. ഈ റിസൾട്ട് എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മെല്ലെ വന്നാൽ മതി, ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, എന്നായാലും ഈ റിസൾട്ട് എന്ത് ചെയ്യേണ്ടതാണ്, വരേണ്ടതാണ്. എന്നായാലും എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ റിസൾട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ഇത് എന്നായാലും എന്ത് ചെയ്യേണ്ടതാണ്, വരേണ്ടതാണ്. ഇപ്പം ഞാൻ എഴുതിയ റിസൾട്ട് എന്നായാലും വരേണ്ടതാണ്. എന്നായാലും അത് എൻ്റെ റിസൾട്ട് തന്നെയാണ്. അത് എന്നായാലും അത് വരിക തന്നെ ചെയ്യും. അപ്പോൾ ഈ റിസൾട്ട് അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അറിയാൻ വേണ്ടി തന്നെ ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാമെന്നാണ്. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അത് നമുക്കിപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും തിരക്ക് കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രീമിയർ വീഡിയോ ഇട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങളിലേക്ക് ഇത് പബ്ലിക്കാക്കി വിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഹൗ ടു ചെക്ക് FIUGP ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനായി നിങ്ങൾ എന്ത് ചെയ്യുക, റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുക. ശേഷം അതിൽ പരീക്ഷാ ഭവൻ്റെ അല്ലെങ്കിൽ എക്സാമിനേഷൻ ബ്രാഞ്ചിൻ്റെ ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം UGയുടെ സെക്ഷൻ കാണും, അതിൽ FIUGP ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ 2024 റിസൾട്ട് പബ്ലിഷർ എന്ന് പറഞ്ഞ ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും സബ്മിറ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും ഇത് രണ്ടും സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ലഭ്യമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന മുറയ്ക്ക് തന്നെ വിദ്യാർത്ഥികൾക്ക് എത്തിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ.
ദ ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും പിന്നെ പ്രീമിയർ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടാവും. ഓക്കെ, ബൈ.